യാതൊരു കാരണവശാലും രാമജന്മഭൂമിയിൽ ആ ക്ഷേത്രം പണിയുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ്, പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത്, കോൺഗ്രസ് നേതാക്കൾ ആരും പങ്കെടുക്കരുത് എന്ന് പറയേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യമാണ്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം, കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ്, കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് ആകട്ടെ, കോൺഗ്രസിനെ എതിരിടുന്ന CPM ആകട്ടെ, CPI ആകട്ടെ, യാതൊരു കാരണവശാലും ഈ ചടങ്ങിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസിന് അവരോട് എതിർത്ത് നിൽക്കണം എങ്കിൽ യാതൊരു കാരണവശാലും ഒരു മൃദു സമീപനം ഈ വിഷയത്തിൽ സ്വീകരിക്കാനാവില്ല. വ്യക്തമായ നിലപാടുണ്ടാകണമെന്ന് ആദർശപരമായി ശ്രീ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും K മുരളീധരനും ആവശ്യപ്പെട്ടു. പക്ഷേ കേരളത്തിലെയോ സൗത്ത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഒരു സ്ഥിതിവിശേഷമല്ല ഉത്തരേന്ത്യയിലെ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ അവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ, സ്റ്റേറ്റ് യൂണിറ്റുകൾ, അവർക്ക് പറയാനുള്ളത് തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടി വടക്ക് തെക്ക് എന്ന രീതിയിൽ വിഘടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ അഭിപ്രായ രൂപീകരണത്തിന് ഒരു വലിയ വൈതരണിയിലാണ്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും 1885 ശേഷം എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു ചെറിയ വിഷയത്തിൽ ഒരു നിർണായക നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നത് ഇത്രയും ചെറിയ വിഷയം എന്ന് പറയുന്നത്. കാരണം അടുത്ത ഇലക്ഷനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. BJP യെ സംബന്ധിച്ച് ജനുവരി 22 അവരെ സംബന്ധിച്ച എന്താ പറയുക, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ആ ദിവസത്തെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി, ആ ദിവസത്തെ ദൃശ്യങ്ങൾ, അതാണ് പിന്നെ അങ്ങോട്ടുള്ള 4 മാസം വിനിമയം ചെയ്യപ്പെടുന്നത്. നോക്കൂ, ഒരു ഹിന്ദുത്വ പാർട്ടിയായ ശിവസേന അവർ പോകുന്നില്ല, ഉദ്ധവ് താക്കറെ പോകുന്നില്ല. ഉദ്ധവ് താക്കറയുടെ ശിവസേന, അദ്ദേഹത്തിന്റെ അച്ഛൻ ബാൽ താക്കറയുടെ ശിവസേന, അവർ രാമക്ഷേത്രത്തിന് വേണ്ടി പ്രക്ഷോഭത്തിനുണ്ടായിരുന്ന ആളുകളാണ്. എന്താണ് ഉദ്ധവ് താക്കറെ പറഞ്ഞത്? അവിടെ BJPയുടെ ഷോയാണ്, ഞങ്ങൾ എന്തിനാ ഷോ കാണാൻ പോകണമെന്നാണ്. ഞാൻ ആ ചെറിയ വിഷയമെന്ന് പറഞ്ഞത് ആ അർത്ഥത്തിൽ പൂർണ്ണമായി ഞാനതിനെ വിശദീകരിക്കുക. എന്താണ് ഞാൻ ചെറിയ വിഷയമെന്ന് പറയുന്നത്? ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി, ഇലക്ട്രൽ ഗ്രാവിറ്റിയെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമെന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദുക്കൾക്ക് വൈകാരികമായ അനുഭവമുള്ള രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം അല്ലെങ്കിൽ ആ ഉദ്ഘാടന ചടങ്ങ്, ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് തികച്ചും ഒരു ട്രസ്റ്റ് ക്ഷണം നൽകി ക്ഷണിക്കപ്പെട്ട ആളുകളുടെ മുമ്പിൽ നടക്കേണ്ട ഒരു ചടങ്ങാണ്. അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷണമില്ല, ഒരു കക്ഷിക്കും ക്ഷണമില്ല, വ്യക്തികൾക്കാണ് ക്ഷണം. ആ വ്യക്തികളെ സിംബോളിക്കായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവ് സോണിയാഗാന്ധി, ലോക്സഭയുടെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരി, ഇങ്ങനെയുള്ള ആളുകളെ, മല്ലികാർജുൻ ഖാർഗെ എന്ന AICC പ്രസിഡന്റ് എന്നിങ്ങനെ 4 പേരെ സെലക്ട് ചെയ്ത് വിളിച്ചിരിക്കുകയാണ്. അറ്റ് റാൻഡമാണ് മറ്റ് ക്ഷണങ്ങളെല്ലാം തന്നെ. അങ്ങനെ ഒരു പാർട്ടിക്കും കോൺഗ്രസിന് എന്ന് പറഞ്ഞൊരു ക്ഷണം ഇല്ലാത്തത് കൊണ്ട് വ്യക്തിപരമായ തീരുമാനം, ശ്രീ ശശി തരൂർ പറയുന്നത് പോലെ ഈ വ്യക്തികൾക്ക് നൽകിയ ക്ഷണം ആ വ്യക്തികൾക്ക് ആ രീതിയിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണം ലഭിക്കുമ്പോൾ അത് വ്യക്തിപരം മാത്രമാണ്. ആ രീതിയിൽ വേണമെങ്കിൽ കോൺഗ്രസിന് അതിനെ കാണാം. പക്ഷേ ഇവിടെ വിഷയമെന്ന് പറയുന്നത് ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ഈ വിഷയം വലിയ തോതിൽ പർവ്വതീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ രീതിയിൽ പരിഹരിക്കാവുന്ന ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഇത് ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്. അവിടെ ഒരു ക്ഷേത്രത്തിൽ പോകാനോ പോകാതിരിക്കാനോ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനോ വ്യക്തികൾക്ക് അവകാശമുണ്ട്. ഇതെല്ലാം വ്യക്തികൾക്ക് നൽകപ്പെട്ട മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ മൗലികാവകാശമാണ്. ആ രീതിയിൽ ഒരു വ്യക്തിക്ക് പോകാം എന്ന് നിലപാടെടുക്കുകയും പാർട്ടിക്ക് ഔപചാരികമായി ഇതിലൊരു നിലപാടില്ല എന്ന രീതിയിൽ വേണമെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞ് കൈ കഴുകാമായിരുന്നു. പക്ഷെ അത് വെച്ചുകൊണ്ടിരുന്ന സഖ്യകക്ഷികൾ ഓരോന്നോരോന്നായി, ഉദ്ധവ് താക്കറയുടെ കക്ഷി ഉൾപ്പെടെ ഉള്ള കക്ഷികൾ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ തന്നെ വളരെ വലിയ ഒരു സംഘർഷം അവിടെ ഉടലെടുക്കുകയാണ്. അതിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ നിലപാട് പറയാനില്ല എങ്കിൽ വളരെ കഷ്ടമാണ്. ഇന്നലെ നോക്കൂ അഭിലാഷ്, ഭാരത് ജോഡോ യാത്രയുടെ 2ാം ചരണത്തിൽ ഇന്നലെ ഒരു ഐഡിയോളജിയുമായിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്നത്. നോക്കൂ, ആ ഐഡിയോളജി ഇവിടെ ന്യായ് എന്ന ഐഡിയോളജിയാണ്, നീതി എന്ന ഐഡിയോളജിയാണ്. അവിടെ ഭരണഘടനയുടെ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന കാര്യങ്ങൾക്കായിരുന്നു ജോഡോ യാത്രയുടെ 1ാം ഭാഗത്ത് പ്രാധാന്യം നൽകിയത്. ഇപ്രാവശ്യം ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, സാമൂഹ്യ നീതി, രാഷ്ട്രീയ നീതി, സാമ്പത്തിക നീതി, ഈ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഐഡിയോളജി കെട്ടിപ്പടുക്കാനാവുമോ എന്ന, ഒരു സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ, സംവരണത്തിൽ അധിഷ്ഠിതമായ ഒരു നീതിശാസ്ത്രം കൊണ്ടുവരാനാവുമോ എന്ന അന്വേഷണത്തിനിടയ്ക്ക് ആ നറേറ്റീവിനെ തന്നെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന് വേണോ വേണ്ടായോ എന്ന് പറയുന്ന ആശയക്കുഴപ്പത്തിലാകുമ്പോൾ
കോൺഗ്രസ് പാർട്ടി വളരെ വലിയൊരു വൈതരണിയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി എത്രയും പെട്ടെന്ന് തന്നെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം ഞാനും എഗ്രി ചെയ്യാം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം.